ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ ലെസൺ ട്രയംഫ് ഓഫ് സർജറി ആണ്. ട്രയംഫ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗ്രേറ്റ് വിക്ടറി, വലിയൊരു വിജയം. സർജറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം ഡോക്ടേഴ്സൊക്കെ നടത്തുന്ന ഒരു കൈൻഡ് ഓഫ് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണ്. അവയവങ്ങൾക്കൊക്കെ എന്തെങ്കിലും തകരാറുകളൊക്കെ വരുമ്പോൾ ഓപ്പറേഷൻ ചെയ്തത് സുഖപ്പെടുത്തും. അതിനെയാണ് സർജറി എന്ന് നമ്മൾ നോർമലായിട്ട് പറയാറുള്ളത്. ഇവിടെ ഒരു മനുഷ്യനല്ല സർജറി ചെയ്യുന്നത്, ഒരു ഡോഗിനെയാണ്. ട്രിക്കി എന്നാണ് ആ ഡോഗിൻ്റെ പേര്. അപ്പോൾ ആ ഡോഗിൻ്റെ മിസ്ട്രസ് അതിനോടുള്ള ഒരു ഓവർ പാമ്പറിങ് അല്ലെങ്കിൽ ഓവർ കെയറിങ് കൊണ്ട് അതിന് ഒത്തിരി ഫുഡ് കൊടുക്കുകയും നമുക്കായാലും മൃഗങ്ങൾക്കായാലും ആവശ്യത്തിൽ കൂടുതൽ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അത് നമ്മുടെ ഹെൽത്തിനെ എഫക്റ്റ് ചെയ്യും. നമുക്ക് ആവശ്യമുള്ള ഫുഡേ നമ്മൾ കഴിക്കേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ആ ഒരു ഈറ്റിംഗ് ഹാബിറ്റ് കൊണ്ട് അതിനിങ്ങനെ ലാസ്റ്റ് എനർജി നഷ്ടപ്പെടുകയും അതിന് നടക്കാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥ വരികയും ചെയ്തു. ആ ഒരു സമയത്ത് ഒരു ആനിമൽ ഡോക്ടർ ഈ ഡോഗിനെ അദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിലോട്ട് കൊണ്ടുപോയി സുഖപ്പെടുത്തുകയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റിന് ഇവിടെ സർജറി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അല്ലാതെ ഇങ്ങനെ അവയവങ്ങളൊന്നും കീറി മുറിച്ചുകൊണ്ടുള്ള ഒരു സർജറി ഒന്നുമല്ല. ആ ഒരു ട്രീറ്റ്മെൻറ്റ് സ്റ്റൈലിനെ സർജറി എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് ഈ ട്രിക്കി എന്ന് പറയുന്ന ഡോഗിനെ എങ്ങനെയാണ് അദ്ദേഹം ആ ഒരു ബാക്ക് ടു ദ നോർമൽ ലൈഫിലോട്ട് കൊണ്ടുവന്നത് എന്നുള്ളതിൻ്റെ ഒരു സ്റ്റോറിയാണ് നമുക്ക് ട്രയംഫ് ഓഫ് സർജറിയിൽ കാണാനുള്ളത്. അപ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റിൻ്റെ വിജയമാണ് നമുക്ക് ഈ ലെസണിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമുക്കിതിൻ്റെ ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷനിലോട്ട് കിടക്കാം. ഐ വാസ് റിയലി വറീഡ് അബൌട്ട് ട്രിക്കി ദിസ് ടൈം. നമ്മുടെ ഓദർ ഒരു വെറ്റിനറി ഡോക്ടർ, ഒരു ആനിമൽ ഡോക്ടറാണ്. ഇത്തവണ അദ്ദേഹം ഈ ട്രിക്കി എന്ന് പറയുന്ന ഡോഗിനെ കുറിച്ച് വളരെയധികം വറീഡായിരുന്നു. എന്താണ് കാരണമെന്ന് നോക്കാം. I had pulled up my car when I saw him in the street with his mistress and I was shocked at his appearance. ഡോക്ടർ കാറിൽ എവിടെയോ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് സ്ട്രീറ്റിൽ വെച്ചിട്ട് ട്രിക്കി എന്ന് പറയുന്ന ഡോഗിനെയും അതിൻ്റെ മിസ്ട്രസ്, അതിൻ്റെ യജമാനത്തെയും കൂടെ കാണുകയാണ്. അപ്പോൾ പെട്ടെന്ന് ഈ ഡോഗിൻ്റെ ഒരു അപ്പിയറൻസ് കണ്ടപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഞെട്ടിപ്പോവുകയാണ്. അതിനർത്ഥം അവർ മുൻപേ പരിചയമുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് ആ ഡോഗിൻ്റെ അപ്പിയറൻസിൽ വന്ന ആ ഒരു ചേഞ്ച് ഡോക്ടർക്ക് പെട്ടെന്ന് മനസ്സിലായത്. He had become hugely fat like a bloated sausage with a leg at each corner. അപ്പോൾ ആ ഒരു ഡോഗ് എങ്ങനെയാണ് അതിൻ്റെ അപ്പിയറൻസ് ചേഞ്ച് ആയതെന്നാണ് പറയുന്നത്. അത് വളരെയധികം തടിച്ചിരുന്നു. അതൊരു ലൈക്ക് എ ബ്ലോട്ടഡ് സോസേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വീർത്ത ഒരു ഇറച്ചി കഷ്ണം പോലെ. എന്നിട്ട് വിത്ത് എ ലെഗ് അറ്റ് ഈച്ച് കോർണർ. എന്നിട്ട് അതിൻ്റെ ഓരോ ഇങ്ങനെ 4 കോർണറിലും ലെഗ് ഫിറ്റ് ചെയ്ത് വെച്ച പോലെ ഒരു വല്ലാത്തൊരു അൺയൂഷ്വൽ അപ്പിയറൻസ് ആയിരുന്നു ആ ഡോഗിന് ഉണ്ടായിരുന്നത്. His eyes bloodshot and rheumy stared straight ahead and his tongue lolled from his jaws. അതിൻ്റെ കണ്ണുകൾ ഇങ്ങനെ ബ്ലഡ് ഷോട്ട് എന്ന് വെച്ചാൽ ഭയങ്കര ഇൻറ്റൻസ് റെഡ് കളർ ആയിട്ടുണ്ടായിരുന്നു. റൂമി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാട്ടർ ഡിസ്ചാർജ്, വെള്ളം ഇങ്ങനെ കണ്ണിൽ നിന്ന് ഇങ്ങനെ പുറത്തോട്ട് ഒഴുകുന്നുണ്ടായിരുന്നു. സ്റ്റേഡ് സ്ട്രേറ്റ് ഹെഡ്, ഇങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടാണ് ആ ഡോഗ് നിൽക്കുന്നത്. ആൻഡ് ഹിസ് ടങ് ലോൾഡ് ഫ്രം ഹിസ് ജോസ്. അതായത് നാവ് ഇങ്ങനെ താടിയും കഴിഞ്ഞ് പുറത്തോട്ട് വന്നിരുന്നു. അതായത് നല്ലവണ്ണം നാക്കിങ്ങനെ പുറത്തിട്ടിട്ട് ഇങ്ങനെ കിതച്ചുകൊണ്ടാണ് ഡോഗ് നിൽക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ അതിൻ്റെ ഒരു അപ്പിയറൻസിൽ നിന്ന് ഒരു സുഖകരമല്ലാത്തൊരു അവസ്ഥ കണ്ടിട്ട് ഡോക്ടർ ഇങ്ങനെ ഷോക്കാവുകയാണ്. മിസ്സിസ് പംഫ്രി ഹാസ്റ്റൺ ടു എക്സ്പ്ലെയിൻ ഹി വാസ് സോ ലിസ്ലെസ് മിസ്റ്റർ ഹാരിയറ്റ്. അപ്പോൾ മിസ്സിസ് പംഫ്രി എന്നാണ് ഈ ഡോഗിൻ്റെ മിസ്ട്രസിൻ്റെ പേര്. അപ്പോൾ അവരിങ്ങനെ ഹാസ്റ്റൺ എന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ തുടങ്ങി. മിസ്റ്റർ ഹാരിയറ്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഓതറിൻ്റെ, ഡോക്ടറിൻ്റെ പേര്. അപ്പോൾ പറയാണ് ഹി വാസ് സോ ലിസ്ലെസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിത്തൗട്ട് എനി എനർജി, ഒരു എനർജിയും ഇല്ലാതെയാണ് ആ ഡോഗ് ഇരിക്കുന്നത്. ഹി സീം ടു ഹാവ് നോ എനർജി. ഐ തോട്ട് ഹി മസ്റ്റ് ബി സഫറിങ് ഫ്രം മാൽ ന്യൂട്രീഷൻ, സോ ഐ ഹാവ് ബീൻ ഗിവിങ് ഹിം സം ലിറ്റിൽ എക്സ്ട്രാസ് ബിറ്റ്വീൻ മീൽസ് ടു ബിൽഡ് ഹിം അപ്പ്. Some malt and cod liver oil and a bowl of Horlicks at night to make him sleep. Nothing much really. അപ്പോൾ ഇവർ ചിന്തിക്കുകയാണ് ഈ ഡോഗിന് എന്തോ മാൽ ന്യൂട്രീഷൻ, അതായത് ന്യൂട്രീഷൻ കുറവുണ്ട്, ഭക്ഷണം കഴിക്കുന്നത് പോരാ എന്നാണ് ഇവർക്ക് തോന്നുന്നത്. എന്നിട്ട് ഇവർ കുറച്ച് എക്സ്ട്രാ മീൽസ് ഇതിന് കൊടുക്കാൻ തുടങ്ങി. എന്തൊക്കെയായിരുന്നു കൊടുത്തിരുന്നത്? മാൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രെയിൻസ്, ധാന്യങ്ങൾ, കോഡ് ലിവർ ഓയിൽ, മീനെണ്ണ, പിന്നെ ബൗൾ ഓഫ് ഹോർലിക്സ്, അത് ഉറങ്ങുന്ന സമയത്ത് ഹോർലിക്സ് ഒക്കെ കൊടുക്കുമായിരുന്നു. എന്നിട്ട് അവർ പറയാണ് നത്തിങ് മച്ച് റിയലി, അങ്ങനെ കൂടുതലൊന്നുമില്ല, ഇത്രയൊക്കെയാണ് കൊടുത്തിരുന്നത് എന്ന് അവരിങ്ങനെ വളരെ കൺസേൺഡ് ആയിട്ട് ഇങ്ങനെ പറയുകയാണ് ഡോക്ടറുടെ അടുത്ത്. ആൻഡ് ഡിഡ് യു കട്ട് ഡൗൺ ഓൺ ദ സ്വീറ്റ് തിങ്സ് ആസ് ഐ ടോൾഡ് യു. അപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ്, ഡോഗിന് മുമ്പ് കൊടുക്കാറുണ്ടായിരുന്ന സ്വീറ്റ്സ് ഒക്കെ നിങ്ങൾ കട്ട് ഡൗൺ ചെയ്യാന്ന് വെച്ചാൽ റെഡ്യൂസ് ചെയ്തില്ലേ അങ്ങനെ കൊടുക്കുന്നതൊക്കെ. അപ്പോൾ ഈ ഡോക്ടറാണ് സ്ഥിരമായിട്ട് ഈ ഡോഗിനെ ട്രീറ്റ് ചെയ്യുന്ന വ്യക്തി. അപ്പോൾ മുമ്പ് സ്വീറ്റ്സ് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് ഇവരോട് ആവശ്യപ്പെട്ടിരുന്നിരിക്കും. അപ്പോൾ ആ കാര്യം ഡോക്ടർ ഇങ്ങനെ ഓർമ്മിപ്പിക്കുകയാണ്. ഓ ഐ ഡിഡ് ഫോർ എ ബിറ്റ് ബട്ട് ഹി സീം ടു ബി സോ വീക്ക് ഐ ഹാഡ് ടു റിലന്റ്. അപ്പോൾ ഈ സ്ത്രീ തിരിച്ചു പറയാണ്, ഞാൻ കുറച്ച് നോക്കി, പക്ഷേ ഡോഗിനിങ്ങനെ ഭയങ്കര വീക്കായിട്ട് കാണപ്പെട്ടു. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കാര്യം റിലൻറ്റ് ചെയ്യേണ്ട വന്നതെന്ന് വെച്ചാൽ അതിങ്ങനെ ഗീവ് അപ്പ് ചെയ്യേണ്ട, ഉപേക്ഷിക്കേണ്ട വന്നു.
He does love cream cakes and chocolates, so I can't bear to refuse him. ഈ ഡോഗിന് ഈ ക്രീം കേക്ക്സും ചോക്ലേറ്റ്സും അങ്ങനെ സ്വീറ്റ്സ് ഒത്തിരി ഇഷ്ടമുള്ള ഡോഗാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കത് കൊടുക്കുന്നതിൽ നിന്നും ഇങ്ങനെ തടയാനായിട്ട് കഴിയുന്നില്ല. അവന് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട്. അപ്പോൾ ഇതിൽ നിന്നും അവർക്ക് ആ ഒരു ഡോഗിനോടുള്ള ആ ഒരു കെയറും പാമ്പറിങ്ങും നമുക്ക് മനസ്സിലാക്കാം. ഐ ലുക്ക് ഡൗൺ അഗെയിൻ അറ്റ് ദ ലിറ്റിൽ ഡോഗ്. അപ്പോൾ ഇത് ഇത്രയും കേട്ടപ്പോൾ ഡോക്ടർ ഇങ്ങനെ ആ ഡോഗിനെ ഇങ്ങനെ നോക്കിയാണ്. ദാറ്റ് വാസ് ദ ട്രബിൾ. ട്രിക്കീസ് ഓൺലി ഫോൾട്ട് വാസ് ഗ്രീഡ്. ഡോക്ടർ പറയാണ് ഇതാണ് ഒരു പ്രശ്നം. ട്രിക്കിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫോൾട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രീഡ്, ഈ ആർത്തിയാണ്. ഹി ഹാഡ് നെവർ ബീൻ നോൺ ടു റിഫ്യൂസ് ഫുഡ്. അതിന് ഒരിക്കലും ഇങ്ങനെ ഫുഡ് റിഫ്യൂസ് ചെയ്യാനായിട്ട് അറിയില്ല. ഹി വുഡ് ടാക്കിൾ എ മീൽ അറ്റ് എനി അവർ ഓഫ് ദ ഡേ ഓർ നൈറ്റ്. ഇപ്പോൾ രാത്രി ആയിക്കോട്ടെ പകലായിക്കോട്ടെ ട്രിക്കി ഭക്ഷണം കൈകാര്യം ചെയ്യും. അതായത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ഭക്ഷണം കഴിക്കുന്ന ഒരു ആളാണ് ട്രിക്കി എന്നാണ് ഓദർ ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഐ വണ്ടേർഡ് അബൌട്ട് ഓൾ ദ തിങ്സ് മിസ്സിസ് പംഫ്രി ഹാഡിൻറ്റ് മെൻഷൻഡ്. അപ്പോൾ മിസ്സിസ് പംഫ്രി ഡോഗിന് കൊടുക്കാറുള്ള ഒരുപാട് ഫുഡ് ഐറ്റംസ് ഡോക്ടറുടെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തു. പക്ഷേ മുഴുവനായിട്ടൊന്നും അവർ പറഞ്ഞില്ല. അതായത് പറഞ്ഞതിലും കൂടുതൽ ഭക്ഷണം ഇവർ കൊടുക്കാറുണ്ടെന്നാണ് ഇവിടെ നരേറ്റർ ഉദ്ദേശിക്കുന്നത്. ആർ യു ഗിവിങ് ഹിം പ്ലെൻറ്റി ഓഫ് എക്സർസൈസ്? അപ്പോൾ ഡോക്ടർ ഇവരോട് ചോദിക്കുകയാണ്, മിസ്സിസ് പംഫ്രിയുടെ അടുത്ത് ചോദിക്കുകയാണ്, നല്ലവണ്ണം എക്സർസൈസ് ചെയ്യിക്കാറില്ലേ ഡോഗിന്? അപ്പോൾ മിസ്സിസ് പംഫ്രി തിരിച്ചു പറയുകയാണ്, വെൽ ഹി ഹാസ് ഹിസ് ലിറ്റിൽ വാക്സ് വിത്ത് മീ ആസ് യു ക്യാൻ സീ. അപ്പോൾ നിങ്ങളിപ്പോൾ ഈ കാണുന്ന പോലെ ഞാൻ ഈ ഡോഗിനെയും കൊണ്ട് കുറച്ച് ദൂരം നടക്കാനൊക്കെ പോകാറുണ്ട്. ബട്ട് ഹോട്ട്കിൻ ദ ഗാർഡനർ ഹാസ് ബീൻ ഡൗൺ വിത്ത് ലംബാഗോ, സോ ദർ ഹാസ് ബീൻ നോ റിംഗ് ത്രോയിങ് ലേറ്റ്ലി. ഹോട്ട്കിൻ എന്ന് പറയുന്നതാണ് ഇവരുടെ ഗാർഡനർ, തോട്ടക്കാരൻ. അപ്പോൾ അദ്ദേഹമാണ് ഈ ട്രിക്കിയുമായിട്ട് ഇങ്ങനെ റിംഗ് ത്രോയിങ് ഗെയിം കളിക്കാറുള്ളത്. അതായത് റിംഗ് അങ്ങോട്ട് എറിഞ്ഞ് ഇങ്ങോട്ട് എറിഞ്ഞ്. അപ്പോൾ ട്രിക്കി ഇങ്ങനെ ശരീരം അനങ്ങുകയാണ്. പക്ഷേ കുറച്ച് ദിവസമായിട്ട് ഈ ഗാർഡനറിന് സുഖമില്ല. അദ്ദേഹത്തിന് ലംബാഗോ എന്ന് ഉദ്ദേശിക്കുന്നത് ലോവർ ബാക്ക് പെയിനാണ്. അപ്പോൾ അതുള്ളതുകൊണ്ട് അദ്ദേഹത്തിന് ഇങ്ങനെ ഡോഗിനെ ഇങ്ങനെ ഇതിൽ ട്രെയിൻ ചെയ്യിക്കാനൊക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എന്താണ് ട്രിക്കി ഇങ്ങനെ അനങ്ങാതിരിക്കുകയാണ് കുറച്ച് ദിവസമായിട്ടെന്നാണ് ഇവർ പറഞ്ഞു വരുന്നത്. ഐ ട്രൈ ടു സൗണ്ട് സിവിയർ, നൗ ഐ റിയലി മീൻ ദിസ്. അപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി കുറച്ച് കഠിനമായിട്ട് തന്നെ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ എന്തെങ്കിലും ഇവരുടെ അടുത്ത് ഇനി പറയണം. നൗ ഐ റിയലി മീൻ ദിസ്, ഞാൻ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഇഫ് യു ഡോണ്ട് കട്ട് ഹിസ് ഫുഡ് റൈറ്റ് ഡൗൺ ആൻഡ് ഗിവ് ഹിം മോർ എക്സർസൈസ് ഹി ഈസ് ഗോയിങ് ടു ബി റിയലി ഇൽ. നിങ്ങൾ ഈ ട്രിക്കിയുടെ ഫുഡ് കുറയ്ക്കുകയോ അല്ലാതെ എന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു എക്സർസൈസ് കൊടുക്കുകയോ ചെയ്തില്ലെങ്കിൽ ഇത് ശരിക്കും ഇനി ഇങ്ങനെ ഇല്ലാവാൻ പോവുകയാണ്. യു മസ്റ്റ് ഹാർഡൺ യുവർ ഹാർട്ട് ആൻഡ് കീപ് ഹിം ഓൺ എ വെരി സ്ട്രിക്റ്റ് ഡയറ്റ്. അപ്പോൾ ഡോക്ടർ അഡ്വൈസ് ചെയ്യുകയാണ്, നിങ്ങൾ നിങ്ങളുടെ മനസ്സിത്തിരി കഠിനമാക്കിയിട്ട് അതിന് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് ഡയറ്റ് ചെയ്യിക്കണം. ഭക്ഷണം ഇങ്ങനെ ഒരു ഓർഡറിൽ കൊടുക്കണം. അല്ലാതെ ഇങ്ങനെ പാമ്പർ ചെയ്ത് ഒത്തിരി ഭക്ഷണം കൊടുക്കുകയാണെങ്കിൽ ഇതിങ്ങനെ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു അസുഖമുള്ള ഒരു ഡോഗായി മാറുമെന്ന് ഇയാളിങ്ങനെ വോൺ ചെയ്യുകയാണ്. മിസ്സിസ് പംഫ്രി റങ് ഹെർ ഹാൻഡ്സ്. റങ് ചെയ്യാന്ന് വെച്ചാൽ കൈകളിങ്ങനെ കൂട്ടിപ്പിടിക്കുക. ടെൻഷൻ വന്നിട്ട് ഇങ്ങനെ കൈ കൂട്ടിപ്പിടിച്ചുകൊണ്ട് പറയുകയാണ്, ഓ ഐ വിൽ മിസ്റ്റർ ഹാരിയറ്റ്. ഓക്കെ, ഞാൻ ചെയ്യാം മിസ്റ്റർ ഹാരിയറ്റ്. ഐ എം ഷുവർ യു ആർ റൈറ്റ്, ബട്ട് ഇറ്റ് ഈസ് സോ ഡിഫിക്കൽട്ട്, സോ വെരി ഡിഫിക്കൽട്ട്. നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാണ്, പക്ഷേ ഇങ്ങനെ ഫുഡ് കട്ട് ചെയ്യുക എന്നൊക്കെ പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഷി സെറ്റ് ഓഫ് ഹെഡ് ഡൗൺ അലോങ് ദ റോഡ് ആസ് ഇഫ് ഡിറ്റർമിൻ ടു പുട്ട് ദ ന്യൂ റെജിം ഇൻ ടു പ്രാക്ടീസ് ഇമ്മീഡിയറ്റ്ലി. സെറ്റ് ഓഫ് ചെയ്യാന്ന് വെച്ചാൽ അവരവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. ഹെഡ് ഡൗൺ, തല കുനിച്ചിട്ട്. കാരണം അവർക്കത് കേട്ടപ്പോൾ വിഷമായി. അതുകൊണ്ട് തല കുനിച്ച് റോഡിലോട്ട് അവർ നടന്ന് നീങ്ങുകയാണ്. തീരുമാനിച്ച പോലെ, അതായത് ന്യൂ റെജിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ന്യൂ എക്സർസൈസ് അതിനെ കൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യാം. അതായത് ഫുഡ് കുറയ്ക്കുക എന്നുള്ളത് അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് എക്സർസൈസ് ചെയ്യിക്കാമെന്ന് അവർ തീരുമാനിക്കുകയാണ് ട്രിക്കിയെ കൊണ്ട്. അപ്പോൾ അങ്ങനെ തീരുമാനിച്ചുകൊണ്ട് അവരങ്ങനെ അവിടെ നിന്ന് നടന്നു നീങ്ങി. ഐ വാച്ച് ദെയർ പ്രോഗ്രസ് വിത്ത് ഗ്രോയിങ് കൺസേൺ. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഇവർ നടന്നു നീങ്ങുന്നത് ഇങ്ങനെ കൺസേൺ ആയിട്ട് വളരെ ബോധേഡായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. Tricky was tottering along in his little tweed coat. He had an all wardrobe of these coats for the cold weather and a raincoat for wet days. അപ്പോൾ ട്രിക്കി ടോട്ടറിങ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു അൺസ്റ്റഡി ആയിട്ട് ഇങ്ങനെ അതിന് ഈ തടി കാരണമൊന്നും ശരിക്കും നടക്കാൻ കഴിയുന്നില്ല. അപ്പം ഇങ്ങനെ ആകെ ഒരു അൺസ്റ്റഡി ആയിട്ടാണ് അതിങ്ങനെ നടന്ന് നീങ്ങുന്നത്. അതിൻ്റെ ഒരു ലിറ്റിൽ ട്വീഡ് കോട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വൂളൻ കോട്ട്, സ്വെറ്റർ പോലത്തെ. അപ്പോൾ അതിട്ടുകൊണ്ട് അതിങ്ങനെ നടന്ന് ഇങ്ങനെ അൺബാലൻസ്ഡ് ആയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഹി ഹാഡ് എ ഹോൾ വാർഡ്രോബ് ഓഫ് ദീസ് കോട്ട്സ്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കുറേ എന്താണ് പറയുക, ഈ കുറേ ഓവർ കോട്ട്സൊക്കെ അതിന് ഒത്തിരി ഉണ്ട്. അതിൻ്റെ കബോർഡ് നിറയെ ഉണ്ട്. ഫോർ ദ കോൾഡ് വെതർ ആൻഡ് ദ റെയിൻ കോട്ട് ഫോർ ദ വെറ്റ് ഡേയ്സ്. അതായത് കോൾഡ് വെതറിന് ഇടാനുള്ള സ്വെറ്റേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ റെയിനി സീസണിൽ ഇടാനുള്ള റെയിൻ കോട്ട്സ് ഉണ്ട്. അപ്പോൾ അത്രയും സ്നേഹത്തോടു കൂടിയാണ് ഈ മിസ്സിസ് പംഫ്രി ഡോഗിനെ ഇങ്ങനെ കൊണ്ടു നടക്കുന്നതെന്നാണ് ഡോക്ടറി വരികളിലൂടെയൊക്കെ ഉദ്ദേശിക്കുന്നത്. ഹി സ്ട്രഗിൾഡ് ഓൺ ഡ്രൂപ്പിംഗ് ഇൻ ഹിസ് ഹാർനസ്.
ഹാർനസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോഗിൻ്റെ ഒക്കെ ദേഹത്ത് കൂടി ഉണ്ടാകുന്ന ആ ഒരു റോപ്പ് അല്ലെങ്കിൽ ഒരു ബെൽറ്റ്. അപ്പം അതിനകത്തോട്ട് ഇങ്ങനെ ഡ്രൂപ്പ് ചെയ്യാന്ന് വെച്ചാൽ തൂങ്ങി വീഴായിരുന്നു. അത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ട്രിക്കി നടക്കുന്നുണ്ടായിരുന്നത്. അത്രയധികം അത് ടയേർഡായിരുന്നു. ഐ തോട്ട് ഇറ്റ് വുഡൻ ബി ലോങ് ബിഫോർ ഐ ഹേർഡ് ഫ്രം മിസ്സിസ് പംഫ്രി. ഇപ്പോൾ ഡോക്ടർ വിചാരിക്കുകയാണ് അധികം തന്നെ വൈകാതെ മിസ്സിസ് പംഫ്രിയുടെ അടുത്തുനിന്ന് ഡോക്ടർക്കൊരു കോൾ കിട്ടും. ദ എക്സ്പെക്റ്റഡ് കോൾ കെയിം വിത്തിൻ എ ഫ്യൂ ഡേയ്സ്. അപ്പോൾ കുറച്ച് ദിവസത്തിനകത്ത് തന്നെ ഡോക്ടർ വിചാരിച്ച പോലെ ആ ഒരു കോള് വന്നു. മിസ്സിസ് പംഫ്രി വാസ് ഡിസ്ട്രോട്ട് എന്ന് വെച്ചാൽ വളരെയധികം വറീഡ് എന്നാണ് അർത്ഥം. അപ്പം അത്രയധികം അവർ വറീഡായിരുന്നു. ട്രിക്കി വുഡ് ഈറ്റ് നത്തിങ്. ട്രിക്കി ഒന്നും തന്നെ കഴിക്കുന്നില്ല. റിഫ്യൂസ്ഡ് ഈവൻ ഹിസ് ഫേവറേറ്റ് ഡിഷസ് ആൻഡ് ബിസൈഡ്സ് ഹി ഹാഡ് ബൗട്ട്സ് ഓഫ് വോമിറ്റിംഗ്. അപ്പോൾ അതിൻ്റെ ഫേവറേറ്റ് ഡിഷസ് പോലും അത് കഴിക്കുന്നില്ല. അത്രയും അത് ഫുഡ് റിജക്റ്റ് ചെയ്യാൻ തുടങ്ങി. അത് മാത്രമല്ല ഒരു ബൗട്ട്സ് ഓഫ് വോമിറ്റിംഗ് എന്ന് വെച്ചാൽ കുറച്ച് നേരത്തേക്ക് ഒരു വോമിറ്റിങ്ങും ഒരു ഇങ്ങനെ ഛർദി പോലെയൊക്കെ ഉണ്ടായിരുന്നു. ഹി സ്പെൻഡ് ഓൾ ഹിസ് ടൈം ലൈങ് ഓൺ എ റഗ് പാൻറ്റിങ്. ഇപ്പോൾ ഫുൾ ടൈം ഈ ട്രിക്കി ഇങ്ങനെ റഗിൽ, അതായത് ഇങ്ങനെ കാർപ്പറ്റിൽ കിടന്നിട്ട് ഇങ്ങനെ പാൻറ്റിങ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാക്ക് പുറത്തോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ബ്രീത്ത് ചെയ്യില്ലേ ഡോഗ്സ്, അപ്പോൾ അതുപോലെ ഇങ്ങനെ അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡിഡിൻ വോണ്ട് ടു ഗോ ഫോർ വാക്സ്, ഡിഡിൻ വോണ്ട് ടു ഡു എനിത്തിങ്. ഇപ്പോൾ നടക്കാൻ പോകണ്ട, ഒന്നും തന്നെ ചെയ്യണ്ട, അതിങ്ങനെ ടയേർഡായിട്ട് ഇങ്ങനെ ആ റഗിൽ തന്നെ ഇരിക്കുകയാണ്. ഐ ഹാഡ് മെയ്ഡ് മൈ പ്ലാൻസ് ഇൻ അഡ്വാൻസ്. അപ്പോൾ തന്നെ ഡോക്ടർ കുറേ പ്ലാൻസ് ഇങ്ങനെ അഡ്വാൻസ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ദ ഓൺലി വേ വാസ് ടു ഗെറ്റ് ട്രിക്കി ഔട്ട് ഓഫ് ദ ഹൗസ് ഫോർ എ പീരീഡ്. അപ്പോൾ ഒരേ ഒരു വഴിയുള്ളത് ഈ ട്രിക്കീനെ വീടിൻ്റെ അകത്ത് നിന്നും കുറച്ച് നാളത്തോട്ട് പുറത്ത് കിടത്തണം. അതായത് വീട്ടിൽ തന്നെ അത് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഇവർ പിന്നെ ഇങ്ങനെ ഫുഡ് കൊടുത്തും അതിന് ഇങ്ങനെ ഓവർ ഫീഡ് ചെയ്തിട്ട് കൂടുതൽ ടയേർഡാക്കും. അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ വീടിനകത്ത് നിന്ന് പുറത്ത് കൊണ്ടുവരണമെന്ന് ഡോക്ടർ ഡിസൈഡ് ചെയ്യാണ്. ഐ സജസ്റ്റഡ് ദാറ്റ് he be hospitalized for about a fortnight to be kept under observation. അപ്പോൾ ഡോക്ടർ ഇവരുടെ അടുത്ത് സജസ്റ്റ് ചെയ്യാണ് ഇതിനെ ഹോസ്പിറ്റലൈസ് ചെയ്യണം. ഫോർട്ട്നൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 14 days 2 weeksന് ഇങ്ങനെ ഒബ്സർവേഷൻ, ഇതിനെ ശരിക്കും ഇങ്ങനെ ഒബ്സർവ് ചെയ്യാനായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്യാനായിട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്യണം. ദ പുവർ ലേഡി ഓൾമോസ്റ്റ് സൂണ്ട് എന്ന് വെച്ചാൽ ഫെയിൻറ്റ് ആവുക, ബോധം കെടുക. അത് കേട്ട പക്ഷം അവർ ബോധം കിട്ടും. ഷി വാസ് ഷുവർ ഹി വുഡ് പൈൻ ആൻഡ് ഡൈ ഇഫ് ഹി ഡിഡ് നോട്ട് സീ ഹെർ എവറി ഡേ. അപ്പോൾ ഈ ട്രിക്കിയും ഈ മിസ്ട്രസും തമ്മിൽ അത്രയധികം അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ അവൾക്ക് ഉറപ്പായിരുന്നു ഇവരെ കണ്ടില്ലെങ്കിൽ ഹി വുഡ് പൈൻ എന്ന് വെച്ചാൽ ഭയങ്കര വീക്കാവുക, ആൻഡ് ഡൈ, എന്നിട്ട് അത് മരിച്ചു പോകും ഇവരെ കണ്ടില്ലെങ്കിൽ. അപ്പോൾ ഇത് കേട്ട വശം ഇതിന് വീടിൻ്റെ അകത്ത് നിന്ന് പുറത്തോട്ട് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു വാർത്ത കേട്ടപ്പോൾ ഇവർ ബോധം കെട്ടുപോയി. ബട്ട് ഐ ടുക്ക് എ ഫേം ലൈൻ. പക്ഷേ ഡോക്ടർ വളരെ ഫേം ആയിട്ടുള്ള, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുത്തു. ട്രിക്കി വാസ് വെരി ഇൽ ആൻഡ് ദിസ് വാസ് ദ ഓൺലി വേ ടു സേവ് ഹിം. അപ്പോൾ അത് ട്രിക്കി അത്രയധികം ഇല്ലായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിനെ സേവ് ചെയ്യാനുള്ള ഒരേ ഒരു വഴി. ഇൻ ഫാക്ട് ഐ തോട്ട് ഇറ്റ് ബെസ്റ്റ് ടു ടേക്ക് ഹെം വിത്തൗട്ട് ഡിലേ ആൻഡ് ഫോളോഡ് ബൈ മിസ്സിസ് പംഫ്രീസ് വെയിലിങ്സ് ഐ മാർച്ച്ഡ് ഔട്ട് ടു ദ കാർ ക്യാരിങ് ദ ലിറ്റിൽ ഡോഗ് റാപ്ഡ് ഇൻ എ ബ്ലാങ്കറ്റ്. അപ്പോൾ ഇയാൾ വിചാരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഒട്ടും ഡിലേ വരുത്താതെ മിസ്സിസ് പംഫ്രിയുടെ വെയിലിങ്സിനെ ഫോളോ ചെയ്തുകൊണ്ട്, അതായത് അത്രയധികം അവർ വെയിൽ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒച്ചത്തിൽ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ ട്രിക്കിനെ കൊണ്ടുപോകുന്നതിൽ. അപ്പോൾ അതിനെ ഫോളോ ചെയ്തുകൊണ്ട് തന്നെ ഇയാൾ കാറിനകത്തോട്ട് പോയി ഈ ഡോഗിനെ ഒരു ബ്ലാങ്കറ്റിനകത്ത് റാപ്പ് ചെയ്ത് പിടിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇയാൾ ആ വീട്ടിൽ നിന്നും പോവുകയാണ്. The entire staff was roused and maids rushed in and out, bringing his day bed, his night bed, favorite cushions, toys and rubber rings, breakfast bowl, lunch bowl, supper bowl. അപ്പോൾ ട്രിക്കിയെ ഡോക്ടർ കൂട്ടിക്കൊണ്ടു പോകുന്ന ആ ഒരു സമയത്ത് ആ മിസ്സിസ് പംഫ്രിയുടെ സ്റ്റാഫ്സും മെയ്ഡ്സൊക്കെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു കുറച്ച് റിച്ച് ആയിട്ടുള്ള ലേഡിയാണ്. അപ്പോൾ അവർക്ക് ഒത്തിരി സ്റ്റാഫ്സും മെയ്ഡ്സൊക്കെ ഉണ്ട് വീട്ടിൽ. അപ്പോൾ ഈ സ്റ്റാഫ്സ് മുഴുവൻ റൗസ്ഡ് എന്ന് വെച്ചാൽ അവരൊക്കെ ഇങ്ങനെ എണീറ്റു. എന്നിട്ട് മെയ്ഡ്സൊക്കെ വീടിൻ്റെ അകത്തോട്ട് പോയിട്ട് ഓരോ സാധനങ്ങൾ എടുത്തുകൊണ്ട് വരാൻ തുടങ്ങി. അതായത് ഈ ട്രിക്കിക്ക് ഒത്തിരി സാധനങ്ങളുണ്ട്. അപ്പോൾ ഈ ക്ലിനിക്കിലോട്ട് കൊണ്ടുപോകുമ്പോൾ ഇതെല്ലാം കൊടുത്തയക്കണം. അപ്പോൾ അതെന്തൊക്കെയായിരുന്നു? ഈ ഡേ ബെഡ്, അതിൻ്റെ നൈറ്റ് ബെഡ്, ഫേവറേറ്റ് കുഷ്യൻസ്, പിന്നെ ടോയ്സ്, റബ്ബർ റിങ്സ്, ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും സപ്പറൊക്കെ കഴിക്കാനായിട്ട് സ്പെഷ്യലായിട്ട് ഓരോരോ ബൗൾസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൊടുത്തയക്കാൻ വേണ്ടിയിട്ട് ഇവരിങ്ങനെ പോയി എടുത്തിട്ട് വരികയാണ്. റിയലൈസിങ് ദാറ്റ് മൈ കാർ വുഡ് നെവർ ഹോൾഡ് ഓൾ ദ സ്റ്റഫ് ഐ സ്റ്റാർട്ടഡ് ടു ഡ്രൈവ് അവേ. ഇപ്പോൾ ഡോക്ടർക്ക് മനസ്സിലായി ഈ എല്ലാ സാധനങ്ങളും ഡോക്ടറുടെ കാറിൽ കൊള്ളില്ല, അത്രയധികം സ്റ്റഫ്സ് ഉണ്ട്. അപ്പോൾ ഡോക്ടർ പതുക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്തു തുടങ്ങി. As I moved off, Mrs. Pumphrey, with a despairing cry, threw an armful of the little coats through the window. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ മിസ്സിസ് പംഫ്രി ഒരു ഡെസ്പയറിങ് ക്രൈയോടുകൂടി, അതായത് ഭയങ്കര ഹോപ്പ്ലെസ് ആയിട്ടുള്ള ഒരു കരച്ചിലോടുകൂടി
ഒരു കൈ നിറയെ ഇങ്ങനെ ലിറ്റിൽ കോട്ട്സ് നമ്മൾ പറഞ്ഞിരുന്നു ഓരോ വെതറിനും ധരിക്കാനായിട്ട് ട്രിക്കിക്ക് ഒത്തിരി കോട്ട്സ് ഒക്കെ ഉണ്ട്, ഓവർ കോട്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ വിൻഡോയിൽ കൂടെ ഇങ്ങനെ എറിഞ്ഞു കൊടുത്തു. ഐ ലുക്ക്ഡ് ഇൻ ദ മിറർ ബിഫോർ ഐ ടേൺ ദ കോർണർ ഓഫ് ദ ഡ്രൈവ്, എവ്രിബഡി വാസ് ഇൻ ടിയേഴ്സ്. ഡോക്ടർ അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ തിരിയുന്നതിന് മുമ്പായിട്ട് മിററിലൂടെ എല്ലാവരെയും നോക്കി. അപ്പോൾ എല്ലാവരുടെ കണ്ണിലും ഇങ്ങനെ ടിയേഴ്സ് ഉണ്ടായിരുന്നു, എല്ലാവരും ഇങ്ങനെ കരയായിരുന്നു, അത്രയധികം എല്ലാവർക്കും ട്രിക്കിയെ ഇഷ്ടമാണ്. Out on the road, I glanced down at the pathetic little animal gasping on the seat by my side. റോട്ടിലോട്ട് ഇറങ്ങിയ ഉടനെ ഡോക്ടർ പയ്യെ ഒന്ന് ഈ പാത്തറ്റിക്, ഈ പാവം ലിറ്റിൽ ആനിമലിനെ ഒന്ന് നോക്കി. അപ്പോൾ അതിങ്ങനെ അദ്ദേഹത്തിൻ്റെ സൈഡ് സീറ്റിൽ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ഗ്യാസ്പ് ചെയ്യുക, വായ തുറന്നിങ്ങനെ ശ്വാസം എടുത്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഐ പാറ്റഡ് ദ ഹെഡ് ആൻഡ് ട്രിക്കി മെയ്ഡ് എ ബ്രേവ് എഫേർട്ട് ടു വാഗ് ഹിസ് ടെയിൽ. അപ്പോൾ പാറ്റഡ് ദ ഹെഡ് എന്ന് വെച്ചാൽ തലയിലൊന്നിങ്ങനെ പയ്യെ തടവി കൊടുത്തു ഡോക്ടർ. ആ സമയത്ത് ട്രിക്കി ഒരു എഫേർട്ട് എടുത്തു അതിൻ്റെ ടെയിൽ. അപ്പോൾ സ്നേഹം കൊണ്ട് അതിങ്ങനെ വാലാട്ടാൻ തുടങ്ങി. അത് വളരെ ടയേർഡായിരുന്നു, അതുകൊണ്ടാണ് ബ്രേവ് എഫേർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് അതിങ്ങനെ വാലാട്ടി. പുവർ ഓൾഡ് ലാഡ്, ഐ സെഡ്. അയ്യോ പാവം, പുവർ ലാഡ് എന്ന് വെച്ചാൽ ബോയ് എന്നാണ്. അപ്പോൾ പുവർ ഓൾഡ് ലാഡ് എന്ന് ഡോക്ടർ ഇങ്ങനെ സ്നേഹത്തോടെ പറയുകയാണ്, സിമ്പത്തിയോടുകൂടി. യു ഹാവൻറ്റ് എ കിക്ക് ഇൻ യു, ബട്ട് ഐ തിങ്ക് ഐ നോ ക്യൂർ ഫോർ യു. നിനക്കിപ്പോൾ ഒരു കിക്കില്ല, നിനക്കൊരു എനർജി ഇല്ല ഇപ്പോൾ, പക്ഷേ എനിക്ക് നിനക്കൊരു ചികിത്സ നടത്താൻ കഴിയുമെന്ന് ഡോക്ടർ ഇങ്ങനെ പറയുകയാണ്. അറ്റ് ദ സർജറി ദ ഹൗസ് ഹോൾഡ് ഡോഗ് സർജ്ഡ് റൗണ്ട് മീ. സർജറി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് ഇവിടെ ഒരു ചെറിയ ക്ലിനിക്കിനെയാണ്, ചെറിയ ഹോസ്പിറ്റലിന്. അപ്പോൾ അവിടെയുള്ള ഹൗസ് ഹോൾഡ് ഡോഗ്സ് ഇവരെ ഇങ്ങനെ ചുറ്റും വളഞ്ഞു. സർജ്ഡ് റൗണ്ട് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ ചുറ്റും വളഞ്ഞു. Tricky looked down at the noisy pack with dull eyes and when put down lay motionless on the carpet. അപ്പോൾ ട്രിക്കി ഇങ്ങനെ ഈ നോയ്സി പാക്ക് എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടുത്തെ ആ ഡോഗ്സ് ഇങ്ങനെ ഒത്തിരി നോയ്സ് ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ അവരുടെ ആ ഒരു ഡോഗ്സിൻ്റെ ആ ഒരു കൂട്ടത്തെ അതിങ്ങനെ ഭയങ്കര ഡള്ളായിട്ടുള്ള ഐസോട് കൂടി വീശിച്ചു. എന്നിട്ട് താഴെ വെച്ചപ്പോൾ അതിങ്ങനെ അനക്കല്ലാതെ ആ കാർപ്പറ്റിൽ ഇങ്ങനെ കിടക്കാൻ തുടങ്ങി. The other dogs, after sniffing round him for a few seconds, decided he was an uninteresting object and ignored him. അപ്പോൾ മറ്റ് ഡോഗ്സ് ഇതിനിങ്ങനെ സ്നിഫ് ചെയ്യാന്ന് വെച്ചാൽ എന്താ, സ്മെല്ല് ചെയ്തൊക്കെ നോക്കി കുറച്ച് നേരത്തേക്ക്. എന്നിട്ട് അവർ ഡിസൈഡ് ചെയ്തു ഇതൊരു അൺഇൻട്രസ്റ്റിംഗ് ഒബ്ജക്റ്റ്, ഇങ്ങനെ ഒന്ന് മൂവ് ചെയ്യാതെയൊക്കെ കിടക്കുന്നത് കണ്ടപ്പോൾ ഇതൊരു അൺഇൻട്രസ്റ്റിംഗ് ഒബ്ജക്റ്റായിട്ട് കണക്കാക്കിയിട്ട് അവരതിനെ ഇഗ്നോർ ചെയ്ത് അവരുടെ വഴിക്ക് പോയി. I made up a bed for him in a warm loose box next to the one where the other dogs slept. അപ്പോൾ ഡോക്ടർ ഒരു ലൂസ് ബോക്സിനകത്ത് ഒരു ചെറിയ ബെഡൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ട്രിക്കീനെ അതിനകത്ത് കിടത്തുകയാണ്. അപ്പം മറ്റ് ഡോഗ്സൊക്കെ സ്ലീപ്പ് ചെയ്യുന്നതിൻ്റെ അടുത്ത് തന്നെയായിട്ട് ഈ ബോക്സ് വെച്ചു ഇതിനെ കിടത്താനായിട്ട്. For 2 days I kept an eye on him, giving him no food but plenty of water. ഇപ്പോൾ 2 ദിവസത്തേക്ക് ഡോക്ടർ ഇതിനെ തന്നെ ഇങ്ങനെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരുന്നു. ഫുഡൊന്നും കൊടുത്തില്ല, പക്ഷേ ധാരാളം വെള്ളം കൊടുത്തു. At the end of the second day, he started to show some interest in his surroundings, and on the third, he began to whimper when he heard the dogs in the yard. അപ്പോൾ സെക്കൻഡ് ഡേയുടെ അവസാനം ആയപ്പോഴത്തേക്കും അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളോടൊക്കെ കുറച്ച് ഇൻട്രസ്റ്റ് ഒക്കെ കാണിക്കാൻ തുടങ്ങി. തേർഡ് ഡേ ആയപ്പോഴത്തേക്കും അത് ഇങ്ങനെ മറ്റ് ഡോഗ്സിൻ്റെ സൗണ്ടൊക്കെ കേൾക്കും. മുറ്റത്ത് മറ്റ് ഡോഗ്സ് ഇങ്ങനെ നോയ്സ് ഉണ്ടാക്കും. അപ്പോൾ ആ നോയ്സ് ഒക്കെ കേൾക്കുമ്പോൾ അത് വിംപർ ചെയ്യാന്ന് വെച്ചാൽ അതിനിങ്ങനെ സന്തോഷം വരുമ്പോൾ ഓരോ സൗണ്ട്സ് ഒക്കെ വെച്ചിട്ട് ഡോഗ്സ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യും. അപ്പോൾ ആ സൗണ്ടിനെയാണ് വിംപർ എന്ന് പറയുന്നത്. അപ്പോൾ അതും തിരിച്ചിങ്ങനെ സൗണ്ട് ഉണ്ടാക്കാനൊക്കെ തുടങ്ങി. When I opened the door, Tricky trotted out and was immediately engulfed by Joe, the greyhound, and his friends. ഡോക്ടർ വാതിൽ തുറന്നു ഉടനെ ട്രിക്കി ഇങ്ങനെ ട്രോട്ടഡ് ഔട്ട് ചെയ്യാന്ന് വെച്ചാൽ പുറത്തേക്ക് വന്നു. എന്നിട്ട് അതിനെ ഇങ്ങനെ ബാക്കി ഡോഗ്സ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ ചുറ്റും വളഞ്ഞു. എൻഗൾഫ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ സറൗണ്ട് ചെയ്യുക, കവർ ചെയ്യുക. ഇപ്പോൾ ജോ എന്ന് പറയുന്ന ഇങ്ങനെ ഗ്രേ ഹൗണ്ട് എന്ന് പറയുന്ന ഒരു പ്രത്യേക ഇനം ഡോഗാണ്. അതും അതിൻ്റെ ഫ്രണ്ട്സും ബാക്കിയുള്ള ഡോഗ്സൊക്കെ വന്നിട്ട് ഇതിനിങ്ങനെ കവർ ചെയ്തു. ആഫ്റ്റർ റോളിങ് ഹിം ഓവർ ആൻഡ് തെറോലി ഇൻസ്പെക്ടിങ് ഹിം ദ ഡോഗ്സ് മൂവ്ഡ് ഓഫ് ഡൗൺ ദ ഗാർഡൻ. അപ്പോൾ ആ ട്രിക്കിയുടെ മേത്ത് കിടന്ന് ഉരുണ്ടതിനൊക്കെ ശേഷം അതിനെ നല്ലോണം ഒന്നിങ്ങനെ ഇൻസ്പെക്ട് ചെയ്ത് നന്നായിട്ടൊന്നിങ്ങനെ ആകെ ഒന്ന് വീക്ഷിച്ചതിന് ശേഷം ഈ ഡോഗ്സ് എല്ലാം കൂടെ ഗാർഡനിലോട്ട് പോയി. ട്രിക്കി ഫോളോഡ് ദം റോളിങ് സ്ലൈറ്റ്ലി വിത്ത് ഹെർ സർപ്ലസ് ഫാറ്റ്. അപ്പോൾ ട്രിക്കിയും ഈ ഡോഗ്സിനെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ബാക്കി സർപ്ലസ് ഫാറ്റ് എന്ന് വെച്ചാൽ അതിൻ്റെ മിച്ചം വന്ന ഫാറ്റ്, അതായത് 2 ദിവസം ഫുഡ് കഴിക്കാതിരുന്നിട്ടും ബാക്കി ഇത്തിരി തടിയുണ്ട്. അപ്പോൾ ആ ഒരു തടിയും വെച്ച് അതിങ്ങനെ ഉരുണ്ടുരുണ്ട് മറ്റു ഡോഗ്സിൻ്റെ പുറകെ പോയി. Later that day, I was present at feeding time. ആ ദിവസത്തിൽ പിന്നീട് ഇവരെ ഫീഡ് ചെയ്യുന്ന സമയത്ത്, ഡോഗ്സിന് ഫുഡ് കൊടുക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ പ്രസൻ്റ് ആയിരുന്നു.
I watched while Tristan slopped the food into the bowls. അപ്പോൾ ട്രിസ്റ്റൻ എന്ന് പറയുന്ന ആളാണ് ഈ ഡോഗ്സിനൊക്കെ ഫുഡ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഈ ബൗൾസിലോട്ടൊക്കെ ഫുഡ് ഇങ്ങനെ സ്ലോപ്പ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒഴിച്ചിങ്ങനെ വെക്കുകയായിരുന്നു. There was the usual headlong rush followed by the sounds of high speed eating. അപ്പോൾ എന്നും സാധാരണ ഉണ്ടാവുന്ന പോലെ തന്നെ ഫുഡ് ഇങ്ങനെ ബൗളിലോട്ട് വെക്കുന്നതോറും എല്ലാ ഡോഗ്സും കൂടി ഇങ്ങനെ റഷ് ചെയ്ത് വരും. ഹൈ സ്പീഡ് ഈറ്റിംഗ് എന്ന് വെച്ചാൽ വേഗം വന്ന് കഴിക്കാനായിട്ട് ഇവരിങ്ങനെ തല നീട്ടി പിടിച്ച് എല്ലാവരും കൂടെ അങ്ങ് വരും. Every dog knew that if he fell behind the others, he was liable to have some competition for the last part of his meal. അപ്പോൾ എല്ലാ ഡോഗ്സിനും അറിയാം, ഒരാൾ മറ്റൊരാളുടെ പുറകിലായിട്ടുണ്ടെങ്കിൽ പിന്നെ ലാസ്റ്റ് പാർട്ട് ഓഫ് ദ മീൽ കിട്ടാനായിട്ട് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാവും ഡോഗ്സിൻ്റെ ഇടയിൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ വന്ന് ആദ്യം കഴിക്കാനായിട്ട് എല്ലാവരും ഇങ്ങനെ റഷ് ചെയ്ത് വരും. ഇതാണ് അവിടെ യൂഷ്വലി നടക്കുന്ന ഒരു കാഴ്ച ഫുഡ് സെർവ് ചെയ്യുന്ന സമയത്ത്. When they had finished, Tricky took a walk around the shining bowls, licking casually inside one or two of them. അപ്പോൾ എല്ലാ ഡോഗ്സും കഴിച്ചൊക്കെ കഴിഞ്ഞതിന് ശേഷം ട്രിക്കി വന്നിട്ട് ഇങ്ങനെ പതുക്കെയൊക്കെ ഒന്ന് നോക്കി, അവിടെ നടന്നൊക്കെ നോക്കി, ഷൈനിങ് ബൗൾസിൻ്റെ അടുത്ത് വന്നിട്ട് പതുക്കെ ഒന്ന് ലിക്ക് ചെയ്ത് ഇങ്ങനെ നക്കി നോക്കി. എന്നിട്ട് അതിനകത്ത് 1-2 മീൽസൊക്കെ ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് നോക്കി. Next day, an extra bowl was put out for him and I was pleased to see him jostling his way towards it. ഇത്രയും ദിവസം ട്രിക്കിക്ക് ഇവർ ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, വാട്ടർ മാത്രം കൊടുത്തിട്ടാണ് അവർ ട്രിക്കിയെ നോക്കിയിരുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ട്രിക്കിക്ക് വേണ്ടിയിട്ടും ഒരു എക്സ്ട്രാ ബൗൾ ഓഫ് ഫുഡ് അവർ കീപ്പ് ചെയ്തു. ആൻഡ് ഐ വാസ് പ്ലീസ് ടു സീ ഹിം ജോസ്ലിംഗ് ഹസ് വേ ടുവേർഡ്സ് ഇറ്റ്. എന്നിട്ട് ഡോക്ടർക്ക് വളരെ സന്തോഷമായി ഈ ഫുഡ് കണ്ടപ്പോൾ. ട്രിക്കി അത് തിക്കി തിരക്കി ആ ഫുഡിൻ്റെ അടുത്തോട്ട് വന്നു. ജോസ്ലിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തിരികെ ഇങ്ങനെ റഷ് ചെയ്ത് വരാം. അപ്പോൾ അത് ഫുഡിനോട് ഇങ്ങനെ ഇഷ്ടം കാണിക്കാൻ തുടങ്ങിയപ്പോൾ ഡോക്ടർക്ക് സന്തോഷമായി. ഫ്രം ദെൻ ഓൺ ഹസ് പ്രോഗ്രസ് വാസ് റാപ്പിഡ്. അവിടെ നിന്ന് അങ്ങോട്ട് അതിൻ്റെ ആ ഒരു പുരോഗതി വളരെ ക്വിക്കായിരുന്നു. ഹി ഹാഡ് നോ മെഡിസിനൽ ട്രീറ്റ്മെൻറ്റ് ഓഫ് എനി കൈൻഡ് ബട്ട് ഓൾ ഡേ ഹി റാൻ അബൌട്ട് വിത്ത് ദ ഡോഗ്സ് ജോയിനിങ് ഇൻ ദയർ ഫ്രണ്ട്ലി സ്ക്രിമേജസ്. അപ്പോൾ വേറൊരു മെഡിസിനൽ ട്രീറ്റ്മെൻറ്റ്, മരുന്നൊന്നും കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ആയിരുന്നില്ല കൊടുത്തിരുന്നത്. പക്ഷേ എല്ലാ ദിവസവും മറ്റ് ഡോഗ്സ് ആയിട്ടൊക്കെ അതിന് ഓടാൻ വിട്ടു. അതായത് ഇത്രയും ഫാറ്റിയാണ് അതിൻ്റെ ബോഡി. അപ്പോൾ അതൊക്കെ അങ്ങ് ലൂസ് ആവണം. അപ്പോൾ എക്സർസൈസ് നന്നായി ചെയ്യിക്കാനായിട്ട് മറ്റ് ഡോഗ്സിൻ്റെ കൂടെ ഓടിക്കാനൊക്കെ തുടങ്ങി. എന്നിട്ട് ആ ഡോഗ്സിൻ്റെ കൂടെ അവരുടെ സ്ക്രിമേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഫൺ ഫൈറ്റ്സിലൊക്കെ അത് ജോയിൻ ചെയ്തു. ഹി ഡിസ്കവേർഡ് ദ ജോയ്സ് ഓഫ് ബീയിങ് ബൗൾഡ് ഓവർ, ട്രാംപ്ഡ് ഓൺ ആൻഡ് സ്ക്വാഷ്ഡ് എവ്രി ഫ്യൂ മിനിറ്റ്സ്. അപ്പോൾ അതിൻ്റെ സന്തോഷം കണ്ടെത്താൻ തുടങ്ങി. ബീയിങ് ബൗൾഡ് ഓവർ എന്ന് വെച്ചാൽ ഇങ്ങനെ പന്തെറിഞ്ഞൊക്കെ കളിക്കാം. ട്രാംപ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പന്തിനൊക്കെ ഇങ്ങനെ ചവിട്ടിക്കൂട്ടാം. ആൻഡ് സ്ക്വാഷ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഇങ്ങനെ ചവിട്ടിക്കൂട്ടി അതിൻ്റെ ഷേപ്പൊക്കെ മാറ്റി ഇങ്ങനെ അതിനെ ഫ്ലാറ്റ് ആക്കുക. അപ്പം അങ്ങനെ ഓരോ കളികളിലൊക്കെ എൻഗേജ് ചെയ്തിട്ട് അതിൻ്റെ സന്തോഷം സ്വയം കണ്ടെത്താൻ തുടങ്ങി. He became an accepted member of the gang, an unlikely silky little object among the shaggy crew, fighting like a tiger for his share at meal times and hunting rats in the old hen house at night. അപ്പോൾ ഈ ഡോഗും ട്രിക്കി എന്ന് പറയുന്ന ഡോഗും മറ്റ് ഡോഗ്സിൻ്റെ ഗ്യാങ്ങിൽ ഒരു ആക്സെപ്റ്റഡ് മെമ്പർ. എന്ന് വെച്ചാൽ ആദ്യം ഇതിങ്ങനെ ഒന്നിലും ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ പോയിരുന്നപ്പോൾ അതിനിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഇഗ്നോർ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അതും അതിനകത്ത് തന്നെ ഒരു മെമ്പറായി മാറി. എന്നിട്ട് ഈ ഷാഗി ക്രൂ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് മറ്റ് ഡോഗ്സിൻ്റെ ആ കൂട്ടത്തിനാണ്. ഷാഗി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഹെയറി ആയിട്ടുള്ള രോമം നിറഞ്ഞ ആ ഡോഗ്സിൻ്റെ കൂട്ടത്തിൽ ഇതിങ്ങനെ ഒരു സിൽക്കി ഒബ്ജക്റ്റ്, വളരെ സിൽക്കി ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് പോലെ കാണപ്പെട്ടു. പിന്നെ ഇതും ഇങ്ങനെ എന്താ പറയുക, ഒരു ടൈഗറിനെ പോലെ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി മീൽ ടൈംസിൽ. അതായത് ഫുഡിന് വേണ്ടിയിട്ട് മറ്റ് ഡോഗ്സ് ആയിട്ട് അവർ ചെയ്യുന്ന പോലെ തന്നെ ഫൈറ്റിംഗ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഓൾഡ് ഹെൻ ഹൗസിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ആ കോഴിക്കൂടിൻ്റെ അടുത്തും ഒക്കെ പോയിട്ട് ഇങ്ങനെ റാറ്റ്സിനെയൊക്കെ ഹണ്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ ജനറലി ഒരു ഡോഗ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇതും ആക്റ്റീവായിട്ട് ചെയ്തു തുടങ്ങി. ഹി ഹാഡ് നെവർ ഹാഡ് സച്ച് എ ടൈം ഇൻ ഹിസ് ലൈഫ്. അപ്പോൾ ഇങ്ങനെയൊരു സമയം അതിൻ്റെ ലൈഫിൽ തീരെ ഉണ്ടായിട്ട് തന്നെയില്ല. All the while, Mrs. Pumphrey hovered anxiously in the background, ringing a dozen times a day for the latest bulletins. അപ്പോൾ ഇതിനിടയിൽ മിസ്സിസ് പംഫ്രി ഹോവർ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ മറഞ്ഞിരുന്നിരുന്നു. ആങ്ഷ്യസ്ലി ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, അവർ ബാക്ക്ഗ്രൗണ്ടിൽ മറിഞ്ഞിരുന്നു. അതായത് ഡയറക്റ്റായിട്ട് ക്ലിനിക്കിൽ വന്ന് ഇതിനെ വിസിറ്റ് ചെയ്തിരുന്നില്ല. പക്ഷെ ഒരു ഡസൺ ടൈംസ് ഒരു ദിവസത്തിൽ ഇവരെ ഡോക്ടർ കോൾ ചെയ്യുമായിരുന്നു ഈ ലേറ്റസ്റ്റ് ന്യൂസ് ട്രിക്കിയുടെ കിട്ടാനായിട്ട്. I dodged the questions about whether his cushions were being turned regularly or his correct cot worn according to the weather, but I was able to tell her that the little fellow was out of danger and convalescing rapidly. ഡോഡ്ജ് ചെയ്യാന്ന് വെച്ചാൽ അവോയ്ഡ് ചെയ്യുക. അപ്പോൾ ഡോക്ടർ ഇവരുടെ യൂഷ്വൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ അവോയ്ഡ് ചെയ്തിരുന്നു. എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആയിരുന്നു അത്? കുഷ്യൻസ് എല്ലാം എല്ലാ ദിവസവും ചേഞ്ച് ചെയ്യുന്നില്ലേ? വെതറിന്, കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ടല്ലേ കോട്ട് ഇടുന്നത് എന്നൊക്കെയുള്ള ഇവരുടെ ഇങ്ങനത്തെ ജനറൽ ക്വസ്റ്റ്യൻസ് ഒക്കെ അദ്ദേഹം അവോയ്ഡ് ചെയ്തു.
പക്ഷെ അദ്ദേഹത്തിന് പറയാൻ കഴിഞ്ഞു ആ ചെറിയ ഫെല്ലോ ഡേഞ്ചർ സിറ്റുവേഷൻ ക്രോസ് ചെയ്തിട്ടുണ്ട്, അതിപ്പോൾ കോൺവാലസിങ് ചെയ്തു വരും, കോൺവാലസിങ് എന്ന് വെച്ചാൽ ഹെൽത്ത് റീകവർ ചെയ്ത് വരികയാണ് എന്ന് ഇവരോട് പറയാൻ കഴിഞ്ഞു. ദ വേർഡ് കോൺവാലസിങ് സീം ടു ഡു സംതിങ് ടു മിസ്സസ് പോംഫ്രി. ഇപ്പോൾ ഡോക്ടറുടെ ഈ കോൺവാലസിങ്, അതായത് ഡോഗ് റിക്കവർ ചെയ്യാൻ തുടങ്ങി, ഹെൽത്ത് റിക്കവർ ചെയ്യാൻ തുടങ്ങി എന്നുള്ള ആ ഒരു വേർഡ് മിസ്സസ് പോംഫ്രിക്ക് എന്തോ വലിയൊരു കാര്യമായിരുന്നു. ഷി സ്റ്റാർട്ടഡ് ടു ബ്രിങ് റൗണ്ട് ഫ്രഷ് എഗ്സ് 2 dozen അറ്റ് എ ടൈം ടു ബിൽഡ് അപ്പ് ട്രിക്കി സ്ട്രെങ്ത്. അപ്പോൾ ട്രിക്കിക്ക് സുഖം പ്രാപിച്ചു തുടങ്ങിയെന്ന് കേട്ടതോടുകൂടി ട്രിക്കിയെ പിന്നെയും ഓവർ ഫീഡ് ചെയ്യാനായിട്ട് ഇവർ ഡിസൈഡ് ചെയ്യാണ്. അപ്പോൾ എല്ലാ ദിവസവും ഇവർ റൗണ്ട് ഫ്രഷ് എഗ്സ് 2 dozen വെച്ചിട്ട് ഒരു സമയം കൊണ്ടുവരാൻ തുടങ്ങി, ട്രിക്കിയുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ചെയ്യാനായിട്ട്. ഫോർ എ ഹാപ്പി പീരിയഡ് മൈ പാർട്ട്നേഴ്സ് ആൻഡ് ഐ ഹാഡ് 2 eggs ഈച്ച് ഫോർ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഡോക്ടർ ഡിസൈഡ് ചെയ്തിട്ടുണ്ട് ഇനിയും ഈ ട്രിക്കിയെ ഓവർ ഫീഡ് ചെയ്യില്ലെന്ന്. അപ്പോൾ ഈ എഗ്സ് ഒക്കെ ഇവർ കഴിക്കാൻ തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ഇവർക്ക് ഇതൊരു ഹാപ്പി പീരീഡ് ആയിരുന്നു. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എല്ലാ ദിവസവും ഇദ്ദേഹത്തിൻ്റെ ക്ലിനിക്കിലും മറ്റു ജോലിക്കാരും 2 eggs വെച്ച് ഡെയിലി കഴിക്കാൻ തുടങ്ങി. But when the bottles of wine began to arrive, the real possibilities of the situation began to dawn on the household. അപ്പോൾ അദ്ദേഹം ഫണ്ണി ആയിട്ട് പറയാണ്, അതിനുശേഷം ഇങ്ങനെ വൈൻസിൻ്റെ ബോട്ടിൽസ് ഇവർ ട്രിക്കിക്ക് വേണ്ടി എത്തിക്കാൻ തുടങ്ങിയോടുകൂടി പുതിയ പോസിബിലിറ്റീസിൻ്റെ ഒരു സിറ്റുവേഷനാണ് ബിഗാൻ ടു ഡോൺ എന്ന് വെച്ചാൽ നേരം വെളുക്കുക. അപ്പോൾ പുതിയ പോസിബിലിറ്റീസോട് കൂടിയാണ് ഇവരുടെ വീട്ടിലെല്ലാവർക്കും നേരം വെളുത്തിരുന്നത്. കാരണം വൈൻ കിട്ടുമ്പോൾ എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. ഇറ്റ് വാസ് ടു എൻറിച്ച് ട്രിക്കീസ് ബ്ലഡ്. അപ്പോൾ ഇവർ മിസ്സസ് പംഫ്രി ഇത് കൊടുത്തു വിട്ടിരുന്നത് ട്രിക്കിയുടെ ബ്ലഡ് എൻറിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലഞ്ച് ബിക്കെയിം എ സെറിമോണിയൽ ഒക്കേഷൻ വിത്ത് 2 glasses ഓഫ് വൈൻ ബിഫോർ ദ സെവറൽ ഡ്യൂറിങ് ദ മീൽ. അപ്പം ലഞ്ചിന് ഇവരിത് യൂസ് ചെയ്യാൻ തുടങ്ങി. ഡോക്ടറും അവിടെയുള്ള മറ്റു പാർട്ട്നേഴ്സും കൂടെ അവർക്ക് ലഞ്ച് കഴിക്കുക എന്നുള്ളത് ഒരു സെറിമണിയൽ ഒക്കേഷൻ എന്ന് വെച്ചാൽ ഭയങ്കര ഒരു എന്തോ സെറിമണി പോലെയാണ്. കാരണം അങ്ങനെയുള്ള സമയത്തൊക്കെയാണ് എല്ലാവരും വൈനൊക്കെ കുടിച്ചുകൊണ്ട് ലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെയാണ് അവർ ഡെയിലി ലഞ്ച് കഴിച്ചിരുന്നത്. We could hardly believe it when the brandy came to put a final edge on Tricky's constitution. അപ്പോൾ അവർക്ക് അവരെ തന്നെ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. ലാസ്റ്റ് ഈ മിസ്സസ് പംഫ്രി ബ്രാൻഡി കൊണ്ടുവരാൻ തുടങ്ങി. ട്രിക്കിയുടെ കോൺസ്റ്റിറ്റ്യൂഷൻ, ട്രിക്കിയുടെ ആ നിയമവ്യവസ്ഥയിലേക്ക് ഒന്ന് കളിയാക്കി പറയാണ്. ട്രിക്കി കഴിച്ചിരുന്ന ആ ഫുഡിൻ്റെ കൂട്ടത്തിലോട്ട് ഇവർ ബ്രാൻഡി കൂടെ എത്തിക്കാൻ തുടങ്ങി. ഫോർ എ ഫ്യൂ നൈറ്റ്സ് ദ ഫൈൻ സ്പിരിറ്റ് വാസ് ഇൻഹെയിൽഡ് ആൻഡ് റെവറൻ്റ്ലി ഡ്രങ്ക്. അപ്പോൾ കുറേ ദിവസം രാത്രികളിൽ ദേഹവും അവിടെയുള്ള മറ്റുള്ളവരും ഈ ഫൈൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ബ്രാൻഡിയാണ്, അതിങ്ങനെ ഇൻഹെയിൽ ചെയ്യുക, അതിങ്ങനെ ശ്വസിച്ച് അത് റെവറൻ്റ്ലി ഡ്രങ്ക് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബഹുമാനത്തോടു കൂടി അതിങ്ങനെ കുടിക്കുക എന്നിങ്ങനെ തമാശയായിട്ട് പറയുകയാണ്. അവരെല്ലാവരും അത് ബ്രാൻഡി എല്ലാം കുടിച്ചിങ്ങനെ നല്ല എൻജോയ് ചെയ്യാൻ തുടങ്ങി. They were days of deep content, starting rolled around well with the extra egg in the morning, improved and sustained by the midday wine, and finished luxuriously round the fire with the brandy. ഡോക്ടർ പറയാണ് ഈ ദിവസങ്ങളൊക്കെ വളരെ ഡീപ്പ് കണ്ടൻറ്റുള്ള വളരെ മീനിങ് ഫുൾ ആയിട്ടുള്ള ഡേയ്സ് ആയിരുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ ക്ലിനിക്കിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം. കാരണം എല്ലാ ഡേയ്സും സ്റ്റാർട്ട് ചെയ്യുന്ന റോൾഡ് അറൗണ്ട് എന്ന് വെച്ചാൽ ഹാപ്പൻസ് റെഗുലർലി, എല്ലാ ദിവസവും റെഗുലറായിട്ട് ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എക്സ്ട്രാ എഗ്ഗോട് കൂടിയാണ്. ഇംപ്രൂവ്ഡ് ആൻഡ് സസ്റ്റെയിൻഡ് ബൈ ദ മിഡ് ഡേ വൈൻ, അതായത് പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യും മിഡ് ഡേയിൽ, അതായത് ലഞ്ചിൻ്റെ സമയത്ത് വൈൻ കഴിച്ചുകൊണ്ട്. ആൻഡ് ഫിനിഷിങ് ലക്ഷറിയസ്ലി റൗണ്ട് എ ഫയർ വിത്ത് ദ ബ്രാൻഡി. എന്നിട്ട് അവരുടെ ദിവസം എൻഡ് ചെയ്യുന്നത് വളരെ ലക്ഷറിയസ് ഡിന്നറായിട്ടാണ്, അതായത് ബ്രാൻഡി എല്ലാം കഴിച്ചുകൊണ്ട് റൗണ്ട് എ ഫയർ എന്ന് വെച്ചാൽ ആ തണുപ്പുള്ളതുകൊണ്ട് അവർ ഫയർ കൂട്ടി വെക്കുന്നുണ്ടോ, അപ്പോൾ അതിന് ചുറ്റും ഇരുന്ന് ബ്രാൻഡിയൊക്കെ കഴിച്ച് വളരെ എൻജോയ് ചെയ്തുകൊണ്ടാണ് അവരവരുടെ ഡേ എൻഡ് ചെയ്തിരുന്നതെന്നൊക്കെ വളരെ ഫണ്ണി ആയിട്ട് ഇങ്ങനെ ഡോക്ടർ പറയുകയാണ്. അപ്പോൾ ട്രിക്കിക്ക് കൊടുത്തയച്ചിരുന്ന മിസ്സസ് പംഫ്രി കൊടുത്തയച്ചിരുന്ന ഫുഡ് ഐറ്റംസ് ഒക്കെ ഇവരാണ് കൺസ്യൂം ചെയ്തിരുന്നത്. It was a temptation to keep Tricky on as a permanent guest, but I knew Mrs. Pumphrey was suffering and after a fortnight felt compelled to phone and tell her that a little dog had recovered and was awaiting collection. അപ്പോൾ ഡോക്ടർ പറയാണ്, ഡോക്ടർക്ക് ഒരു ടെംപ്റ്റേഷൻ ഉണ്ടായിരുന്നു ട്രിക്കീനെ ഇവിടെ ഒരു പെർമനൻറ്റ് ഗസ്റ്റ് ആക്കാൻ. കാരണം അപ്പോൾ ഇവർക്ക് ഇത്ര അധികം ഐറ്റംസ് ഒക്കെ ഇങ്ങനെ കിട്ടുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വളരെ താല്പര്യമുള്ളൊരു കേസായിരുന്നു. പക്ഷേ ഡോക്ടർക്ക് അറിയാമായിരുന്നു മിസ്സസ് പംഫ്രി ഈ ഒരു ഫോർട്ട്നൈറ്റ്, അതായത് ഈ ഒരു 2 weeks ആയിട്ട് അവർ ഒത്തിരി സഫർ ചെയ്യുന്നുണ്ട് ട്രിക്കിയെ കാണാതെ. അതുകൊണ്ട് തന്നെ അവരെ ഫോൺ വിളിക്കാനായിട്ട് ഇദ്ദേഹം നിർബന്ധിതരായി. എന്നിട്ട് അവരുടെ അടുത്ത് പറഞ്ഞു, ഈ നിങ്ങളുടെ ഡോഗ് റിക്കവർ ചെയ്തിട്ടുണ്ട്, വെയിറ്റിംഗ് കളക്ഷൻ എന്ന് വെച്ചാൽ അതിന് തിരിച്ചു കൊണ്ടുപോകാനായിട്ട് ഞങ്ങളിങ്ങനെ വെയിറ്റ് ചെയ്യണം. Within minutes, about 30 feet of gleaming black metal drew up outside the
സർജറി. അപ്പോൾ കുറച്ച് മിനിറ്റുകൾക്കകം തന്നെ 30 feet ഓഫ് ഗ്ലീമിങ് ബ്ലാക്ക് മെറ്റൽ എന്ന് പറയുന്നത് അവരുടെ വന്ന ആ ഒരു ബ്ലാക്ക് കളറിലുള്ള വളരെ ലക്ഷറിയസ് ആയിട്ടുള്ള ഒരു കാറിലാണ് അവർ വന്നത്. അപ്പോൾ അത് ഇങ്ങനെ ഈ ക്ലിനിക്കിൻ്റെ പുറത്തായിട്ട് വന്നു നിന്നു. The chauffeur opened the door and I could just make out the figure of Mrs. Pumphrey almost lost in the interior. ഇപ്പോൾ ഷോഫർ എന്ന് വെച്ചാൽ അവരുടെ പ്രൈവറ്റ് ഡ്രൈവർ ഈ കാറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു. അപ്പോൾ അദ്ദേഹത്തിന് ഇങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാൻ ഉള്ളിൽ ഗസ് ചെയ്യാൻ കഴിഞ്ഞു മിസ്സസ് പോംഫ്രി എന്തുമാത്രമായിരിക്കും ആ കാറിൻ്റെ അകത്ത് ഇങ്ങനെ ഓൾമോസ്റ്റ് ലോസ്റ്റ് ആയ പോലെ ഈ ഡോഗിനെ കാണാതുള്ള വിഷമത്തിൽ അവരെങ്ങനെയായിരിക്കും ഇരിക്കുന്നുണ്ടാവുമെന്ന് അദ്ദേഹത്തിന് ഗസ് ചെയ്യാൻ കഴിഞ്ഞു. Her hands were tightly clasped in front of her. Her lips trembled. Oh, Mr. Harriet, do tell me the truth. Is he really better? അപ്പോൾ ഇവരിങ്ങനെ ടെൻഷനിൽ ഇങ്ങനെ ടൈറ്റ്ലി ക്ലാസ്പ് ചെയ്യാന്ന് വെച്ചാൽ കൈകൾ രണ്ടും കൂടി ഇങ്ങനെ കൂട്ടി പിടിച്ച് മുറുകെ പിടിച്ചിരുന്നു. എന്നിട്ട് അവരുടെ ലിപ്സ് ഇങ്ങനെ ട്രംപിൾ ചെയ്യുക, വിറയ്ക്കാൻ തുടങ്ങി. എന്നിട്ട് അവർ ചോദിക്കുകയാണ് ഡോക്ടറെ അടുത്ത്, സത്യം പറയൂ, ട്രിക്കി ശരിക്കും ബെറ്റർ ആയിട്ടില്ലേ? യെസ്, ഹെസ് ഫൈൻ. ദർ ഈസ് നോ നീഡ് ഫോർ യു ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ കാർ. ഐ വിൽ ഗോ ആൻഡ് ഫെച്ച് ഹിം. അപ്പോൾ അദ്ദേഹം മിസ്സസ് പംഫ്രിയുടെ അടുത്ത് പറഞ്ഞു, ഡോഗ് വളരെയധികം ഫൈനാണ്, നിങ്ങൾ കാറിൻ്റെ അകത്തു നിന്നും പുറത്തോട്ട് വരേണ്ട കാര്യമില്ല, ഞാൻ അതിനെ പോയി കൊണ്ടുവരാം. ഐ വാക്ക് ത്രൂ ദ ഹൗസ് ഇൻ ടു ദ ഗാർഡൻ. അപ്പോൾ വീടിൻ്റെ അകത്തൂടെ പോയിട്ട് ഗാർഡനിലോട്ട് പോയി. എ മാസ് ഓഫ് ഡോഗ്സ് വാസ് ഹേർട്ട്ലിംഗ് റൗണ്ട് ആൻഡ് റൗണ്ട് ദ ലോൺ. ഇൻ ദർ മിഡസ്റ്റ്, ഇയേഴ്സ് ഫ്ലാപ്പിംഗ്, ടെയിൽ വേവിംഗ്, വാസ് ദ ലിറ്റിൽ ഗോൾഡൻ ഫിഗർ ഓഫ് ട്രിക്കി. അപ്പോൾ അവിടെ ഒരു ഗ്രൂപ്പ് ഓഫ് ഡോഗ്സ് ഹേർട്ടിൽ ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ സ്പീഡിൽ ഓടി നടക്കുന്നുണ്ടായിരുന്നു ലോണിനകത്ത്, ആ ഗാർഡനകത്ത്. അപ്പോൾ അതിൻ്റെ മിഡിലായിട്ട് ഇയേഴ്സ് ഫ്ലാപ്പ് ചെയ്തുകൊണ്ട്, ഇയേഴ്സ് ഇങ്ങനെ അനക്കിക്കൊണ്ട്, ടെയിൽസ് എല്ലാം വേവ് ചെയ്തുകൊണ്ട് ലിറ്റിൽ ഗോൾഡൻ ഫിഗർ ആയിട്ടുള്ള ട്രിക്കിയെ ഡോക്ടർക്ക് കാണാൻ സാധിച്ചു. ഇൻ 2 weeks ഹി ഹാഡ് ബീൻ ട്രാൻസ്ഫോംഡ് ഇൻ ടു എ ലൈറ്റ് ഹാർഡ് മസിൽഡ് ആനിമൽ. അപ്പോൾ ഈ 2 ആഴ്ചക്കകത്ത് തന്നെ ട്രിക്കി ലൈറ്റ് എന്ന് വെച്ചാൽ വളരെ ഫ്ലെക്സിബിളായിട്ട് മാറി. എന്നിട്ട് ഹാർഡ് മസിൽസ് ഒക്കെ നല്ല സ്ട്രോങ് ആയി മാറി ട്രിക്കിയുടെ. He was keeping up well with the pack, stretching out in the great bounds, his chest almost brushing the ground. പാക്ക് എന്ന് ഉദ്ദേശിക്കുന്നത് ഗ്രൂപ്പ് ഓഫ് ഡോഗ്സിനെയാണ്. അപ്പോൾ ഈ ഗ്രൂപ്പ് ഓഫ് ഡോഗ്സിൻ്റെ കൂടെ തന്നെ എല്ലാം നന്നായിട്ട് തന്നെ ഇത് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഡോഗ്സായിട്ട് നല്ലൊരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് അവർ ചെയ്യുന്നതൊക്കെ തന്നെ അതിൻ്റെ കൂടെ ചെയ്യാനായിട്ട് ട്രിക്കിങ് കഴിഞ്ഞിരുന്നു. സ്ട്രെച്ചിങ് ഔട്ട് ഇൻ ഗ്രേറ്റ് ബൗണ്ട്സ് എന്ന് വെച്ചാൽ, ഗ്രേറ്റ് ബൗണ്ട്സ് എന്ന് ഉദ്ദേശിക്കുന്ന ആ എന്താണ്, ആ ക്ലിനിക്കിന് ചുറ്റുമുള്ള ആ ഒരു ഏരിയയിൽ അതിങ്ങനെ നല്ല സ്ട്രെച്ചിങ് എക്സർസൈസ് ഒക്കെ അത് ചെയ്യുന്നുണ്ടായിരുന്നു. ഹിസ് ചെസ്റ്റ് ഓൾമോസ്റ്റ് ബ്രഷിങ് ദ ഗ്രൗണ്ട്. അപ്പോൾ ഈ സ്ട്രെച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ ചെസ്റ്റൊക്കെ ഇങ്ങനെ ഗ്രൗണ്ടിലോട്ട് നന്നായിട്ട് മുട്ടുന്നുണ്ടായിരുന്നു. അപ്പോൾ അത്രയും ഫ്ലെക്സിബിളായിട്ട് മാറി. നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥയിലാണ് ട്രിക്കിയെ ഈ ക്ലിനിക്കിലോട്ട് ഡോക്ടർ കൊണ്ടുവരുന്നത്. പക്ഷേ ഇപ്പോൾ അത് നല്ലൊരു ഫ്ലെക്സിബിളായിട്ടുള്ള സ്ട്രോങ് ആയിട്ടുള്ള ആനിമലായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. I carried him back along the passage to the front of the house. അപ്പോൾ ഡോക്ടർ ഇതിനെ എടുത്തുകൊണ്ട് വീടിൻ്റെ മുൻവശത്തേക്കായിട്ട് വന്നു. The chauffeur was still holding the car door open, and when Tricky saw his mistress, he took off from my arms in tremendous leap and sailed into Mrs. Pumphrey's lap. അപ്പോൾ ഷെഫർ അപ്പോഴും ഈ കാറിൻ്റെ ഡോർ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ട്രിക്കി മിസ്ട്രസിനെ കണ്ടതോടുകൂടി ഡോക്ടറുടെ കയ്യിൽ നിന്ന് ഇറങ്ങി ഓടിക്കൊണ്ട് ട്രെമൻഡസ് ലീപ്പ് എന്ന് വെച്ചാൽ ഇങ്ങനെ ചാടി വീണു മിസ്സസ് പംഫ്രിയുടെ മടിയിലോട്ട്. ഷീ ഗേവ് എ സ്റ്റാർട്ടിൽഡ് സ്റ്റാർട്ടിൽ എന്ന് വെച്ചാൽ ഞെട്ടിപ്പോവുക. അപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ സഡൻ മൂവ്മെൻറ്റ് കണ്ടപ്പോൾ അവർ ഞെട്ടിപ്പോയിട്ട് എന്ന് സൗണ്ട് ഉണ്ടാക്കിയാണ്. ആൻഡ് ദെൻ ഹാഡ് ടു ഡിഫെൻഡ് ഹെർ സെൽഫ് ആസ് ഹീ സ്വാംഡ് ഓവർ ഹെർ, ലിക്കിംഗ് ഹെർ ഫേസ് ആൻഡ് ബാർക്കിംഗ്. അപ്പോൾ ട്രിക്കി ഇങ്ങനെ സ്നേഹത്തോടെ ഇവരിങ്ങനെ സ്വാം ചെയ്യാന്ന് വെച്ചാൽ പൊതിയാൻ തുടങ്ങി. എന്നിട്ട് ഫേസിൽ ലിക്ക് ചെയ്യാനും ബാർക്ക് ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ ഇവർ തന്നെ ഈ ഡോഗിനെ ഡിഫെൻഡ് ചെയ്യാൻ പതുക്കെ ഇങ്ങനെ തടയാൻ നോക്കി. During the excitement, I helped the chauffeur to bring out the beds, toys, cushions, coats and bowls, none of which had been used. ഡോക്ടർ ഈ ഡ്രൈവറിനെ ക്ലിനിക്കിൻ്റെ അകത്തു നിന്നും ഈ ഡോഗിൻ്റെ സാധനങ്ങളൊക്കെ എടുക്കാനായിട്ട് ഹെൽപ്പ് ചെയ്തു. ഒന്നും തന്നെ അവർ യൂസ് ചെയ്തിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അത് എടുത്തു വെക്കാനായിട്ട് ഡോക്ടറും ഹെൽപ്പ് ചെയ്തു. ആസ് ദ കാർ മൂവ്ഡ് അവേ, മിസ്സസ് പംഫ്രി ലീൻഡ് ഔട്ട് ഓഫ് ദ വിൻഡോ. അപ്പോൾ കാർ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ മിസ്സസ് പംഫ്രി ഇങ്ങനെ തല പുറത്തോട്ടിട്ട്, ലീൻഡ് ഔട്ട് എന്ന് വെച്ചാൽ ലുക്ക് ഔട്ട്, പുറത്തോട്ട് തലയിട്ടിട്ട് ഇങ്ങനെ ഇദ്ദേഹത്തെ നോക്കി. ടിയേഴ്സ് ഷോൺ ഇൻ ഹെർ ഐസ്, ഹെർ ലിപ്സ് ട്രംബിൾഡ്. അപ്പോൾ അവരുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ചുണ്ടുകളൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഓ മിസ്റ്റർ ഹെറിയറ്റ്, ഷീ ക്രൈഡ്, ഹൗ ക്യാൻ ഐ എവർ താങ്ക് യു, ദിസ് ഇസ് എ ട്രയംഫ് ഓഫ് സർജറി. ഇപ്പോൾ പറയാണ്, ഓക്കെ ഡോക്ടർ, ഞാൻ എങ്ങനെയാണ് നിങ്ങളോട് നന്ദി പറയുക, ഇതൊരു സർജറിയുടെ, ഇതൊരു വലിയൊരു ട്രീറ്റ്മെൻറ്റിൻ്റെ വിജയമാണ് എന്നവരിങ്ങനെ നന്ദി പറയുകയാണ്. അപ്പോൾ ട്രയംഫ് ഓഫ് സർജറി എന്ന് പറയുന്ന നമ്മുടെ ലെസൺ ഇവിടെ അവസാനിക്കുകയാണ്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. Thank you for watching the video. Please like and share, and don't forget to subscribe the channel to get notification for new videos.